1972 ചാന്ദ്രദൗത്യം അപ്പോളോയ്ക്കു ശേഷം 54 വർഷങ്ങൾക്കിപ്പുറം മനുഷ്യരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന ദൗത്യം ആർട്ടിമസ് 2. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമസ് പ്രോഗ്രാമിലെ ആദ്യത്തെ മനുഷ്യസഞ്ചാര ദൗത്യമാണ് ആർട്ടിമസ് 2. 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കൽ. ഈ ദൗത്യത്തിൽ ബഹിരാകാശ പേടകം ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തില്ല. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ചുവടുവയ്പ്പാണ് ആർട്ടിമസ് 2. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റം വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നു. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുക. ഓറിയോൺ ബഹിരാകാശ പേടകത്തിലെ ജീവൻ നിലനിർത്തുന്ന വസ്തുക്കളും മറ്റ് നിർണായക സംവിധാനങ്ങളും ആർട്ടിമസ് 2 ദൗത്യത്തിൽ പരിശോധിക്കപ്പെടും. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര. ആർട്ടിമസ് 2 ദൗത്യത്തിലെ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും അനുഭവ സമ്പത്തുമൊക്കെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന അടുത്ത ദൗത്യം ആർട്ടിമസ് 3 കൂടുതൽ എളുപ്പമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന സഞ്ചാരികൾ. ആദ്യമായി ഒരു വനിത ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന ദൗത്യം കൂടിയാണിത്. ക്രിസ്റ്റീന കോച്ച് ആ ചരിത്ര നേട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം താമസിച്ച വനിത എന്ന റെക്കോർഡും ഇവർക്കുണ്ട്. റീഡ് വൈസ്മാനാണ് മിഷൻ കമാൻഡർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായി പ്രവർത്തിച്ചിട്ടുള്ള അമേരിക്കൻ നാവികസേന ഉദ്യോഗസ്ഥരാണ് വൈസ്മാൻ. വിക്ടർ ഗ്ലോവറാണ് പൈലറ്റ്. യാത്ര കഴിയുമ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി വിക്ടർ ഗ്ലോവർ മാറും. ജെറമി ഹാൻസ് ആണ് മിഷൻ സ്പെഷ്യലിസ്റ്റ്. കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നാണ് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. ഈ മാസം തന്നെ ആർട്ടിമസ് 2 കുതിച്ചുയരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഈ മാസം നടത്തേണ്ടിയിരുന്ന ദൗത്യം മാർച്ചിലേക്ക് മാറ്റി. വൈറ്റ് ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന ഇന്ധന പരീക്ഷണത്തിലാണ് ഒരു വാതക ചോർച്ച കണ്ടെത്തിയത്. ഈ വാതക ചോർച്ചയോടെയാണ് ദൗത്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. മാർച്ച് 6-നും 9-നും ഇടയിലുള്ള തീയതിയിലാണ് പുതിയ വിക്ഷേപണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്.